ഞാൻ എന്താ വൃത്തികൾ പറഞ്ഞെന്ന്? ഞാനങ്ങനെ മാഹിയിലെ ഒരു സ്ത്രീകളെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ചുമ്മാ വല്ല അവിടെ മാഹിയിലെയും കണ്ട ലോക്കൽ സെക്രട്ടറി പിണറായി വിജയൻ വിളിച്ചു കേൾക്കുന്ന ഏതോ ഒരു ഊളൻ CPM ലോക്കൽ സെക്രട്ടറി വേണ്ട MLA കൂടെ ഏതോ അഭിപ്രായം പറഞ്ഞെന്ന്. ആ അഭിപ്രായം പറഞ്ഞ കേസെടുക്കാം, നന്നായിരിക്കും. ആ വനിതാ കമ്മീഷൻ വസ്തുത മനസ്സിലാക്കാൻ അതിനെ കേസെടുത്ത് നോട്ടീസ് അയച്ചാൽ നിയമത്തിന് മുമ്പ് കൊണ്ടുവരിക മാത്രമല്ല, അവരെ കൊണ്ട് ഞാൻ നഷ്ടപരിഹാരം കൊടുപ്പിച്ച് ഞാൻ പെടത്തുള്ളൂ. ഞാനങ്ങനെ ഭയപ്പെടുന്നൊന്നുമില്ല ആരെയും. ഞാൻ പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ് വൃത്തി കാണിക്കുക. എന്റെ പ്രസംഗം എന്താണെന്ന് അവർ നോക്കാം. വനിതാ കമ്മീഷൻ ചുമ്മാ കുത്തിയത് കേസ് കേട്ടാൽ മതി. വനിതാ കമ്മീഷൻ ചെയ്യേണ്ട എന്താ? ഈ ഒരു പരാതിയുണ്ട്, അത് ശരിയാണോ പരിശോധിക്കണ്ടേ? അത് ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗം അത് കേൾക്കണം. പ്രസംഗം കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായില്ല. ഇതിനു മുമ്പ് ഒന്ന് വിളിച്ചതാ. അന്ന് പ്രസംഗം പറഞ്ഞു സൂക്കട് പറഞ്ഞതാ. ഇതും അതുപോലെ തമാശ കളിച്ചാ പിണറായി വിജയന്റെ ആടുതില്ലായിട്ട് തമാശ കളിച്ചാണ്ടല്ലോ, നിയമം എന്താന്ന് ഞാൻ അവരെ പഠിപ്പിച്ചു വിട്ടോളാം, പേടിക്കണ്ട. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ താങ്കളുടെ വേട്ടയാണ്. ഇതിനു മുമ്പും താങ്കളുടെ വീട്ടിൽ വന്ന് പോലീസ് എത്ര പ്രാവശ്യം നീ ഇവരുടെ ഊളൻ അയാൾ എത്രാമത്തെ പ്രാവശ്യം ചെയ്തത്? അവൻ ജയിലിലോട്ട് പോകാൻ പോകല്ലേ? നമ്മുടെ കേജ്രിവാൾ ഇപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ ഉടനെ ജയിലിലോട്ട് പോകേണ്ടി വരില്ലോ എന്നുള്ള പേടിയാക്കി. അതിനെന്നാ എനിക്ക് എന്നെ PCR മുതൽ തിരുന്നോട്ടെ. PCR മകനാണല്ലോ എനിക്കെതിരായിട്ട് കേസ് കൊടുത്തില്ല, ഹൈക്കോടതി കേസ് കൊടുത്തിപ്പോൾ അതിൽ ജയിലിലോട്ട് പോകാൻ പോകുന്നു. എന്നാൽ അവന്റെ അപ്പനിട്ടിരുന്നോട്ടെ. അവന്റെ അപ്പനിരുന്ന് അവൻ അപ്പനെ എങ്ങനെ മരിക്കുന്നതെന്നൊക്കെ അറിയും, ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പൊ ഈ വേട്ടയാടൽ താങ്കൾ നിയമപരമായിട്ട് നേരിടും? ചിരിച്ചോണ്ട് സന്തോഷമായിട്ട് നേരിടും, എപ്പോ വേണേ. നമസ്കാരം. പിണറായി വിജയൻ എന്ന ഊളൻ വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അയാളും അയാളുടെ കുറിച്ച് ഊളൻ നേതാക്കളും വിചാരിച്ചാൽ PC ജോർജിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് എന്റെ വാക്കുകളല്ല. അടുത്തിടെ ജനപക്ഷത്ത് നിന്ന് BJPയിലേക്ക് ചേക്കേറിയ PC ജോർജ് എന്ന പത്തനംതിട്ടക്കാരന്റെ പൂഞ്ഞാറുകാരന്റെ വാക്കുകളാണ്. എന്നും കേരള രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ട സ്വരങ്ങളായിരുന്നു, ഒറ്റയാനായിരുന്നു PC ജോർജ്. അടുത്തിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ കോഴിക്കോട് സംസാരിക്കുമ്പോഴായിരുന്നു PC ജോർജ് മാഹിയിലെ സ്ത്രീകൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പരാമർശം നടത്തി എന്നാണ് PC ജോർജിനെതിരെ ഇപ്പോൾ ഉയരുന്ന ഒരു പരാതി. ഈ പരാതിയിന്മേൽ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുത്തിരിക്കുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിശേഷം. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ PC ജോർജ് മാഹിയിലെ സ്ത്രീകളെ വേശ്യാവൃത്തിക്ക് അല്ലെങ്കിൽ വേശ്യാവൃത്തി നടത്തുന്നവരാണ് മാഹിയിലെ സ്ത്രീകൾ എന്ന് കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ PC ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനെതിരെ മുസ്ലിം ലീഗിലെ ചില വനിതാ സംഘടനകളും UDFിലെ ചില വനിതാ സംഘടനകളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഇത് ഊളൻ പിണറായി വിജയന്റെ പദ്ധതി തന്നെയാണ് എന്നാണ് PC ജോർജ് പറയുന്നത്. എന്നാൽ പിണറായി വിജയൻ ഇതിനു മുമ്പും PC ജോർജിനെ രായ്ക്ക് രായ്മാനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ നീതിപീഠത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് PC ജോർജിന് അന്ന് ജയിലിൽ പോകേണ്ടതായി വന്നില്ല. വീണ്ടും PC ജോർജിനെ ഇങ്ങനെ പോലീസിനെയും ഭരണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ വേട്ടയാടുന്നു എന്ന് തന്നെയാണ് PC ജോർജ് വ്യക്തമാക്കിയത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖ സംഭാഷണത്തിൽ, ടെലിഫോൺ സംഭാഷണത്തിലാണ് PC ജോർജ് പിണറായി വിജയന്റെ ഭരണ കെടുകാര്യസ്ഥതയെക്കുറിച്ചും പോലീസിന്റെ തേർവാഴ്ചയെക്കുറിച്ചും വളരെ വിശാലമായി തന്നെ സംസാരിച്ചത്. ഞാൻ ഒരു കാരണവശാലും തെറ്റ് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു സ്ത്രീകളെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ കോഴിക്കോടാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രസംഗിച്ചത്. പിന്നെ എങ്ങനെയാണ് കോഴിക്കോട് സംസാരിക്കുന്നയാൾ മാഹിയിലെ സ്ത്രീകളെ കുറിച്ച് കുറ്റം പറയേണ്ട ആവശ്യകത എന്താണ് എന്നാണ് PC ജോർജ് ചോദിക്കുന്നത്. ആ പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ കൊണ്ടുവരട്ടെ. മനുഷ്യാവകാശ കമ്മീഷൻ നിയമപരമായി അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അതും നിലനിൽക്കുന്നതല്ല. വേണ്ടി വന്നാൽ അവരെയും ചോദ്യം ചെയ്യാൻ ഒരു പൗരൻ എന്ന രീതിയിൽ എനിക്കും അധികാരമുണ്ട്. എന്തായാലും കേസ് വരട്ടെ, അപ്പോൾ നോക്കാം. കേസിന്റെ നടപടിക്രമങ്ങൾ വരട്ടെ, അപ്പോൾ ഞാൻ അതിനെ ചെറുത്തുകൊള്ളാം എന്ന് തന്നെയാണ് PC ജോർജ് പറഞ്ഞത്. പിണറായി വിജയൻ ഭരണത്തെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ സാധാരണക്കാർക്കെതിരെ വേട്ടയാടൽ നടക്കുന്നത് ഇത് ആദ്യ സംഭവമല്ല. PC ജോർജ് എന്ന രാഷ്ട്രീയക്കാരനെ ഏത് വിധേനയും ഒതുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ എന്നേ ശ്രമിക്കുന്നതാണ്. അതിന് കൃത്യമായി കാരണമുണ്ട്. അതായത് പിണറായി വിജയന്റെ മകളും പിണറായി വിജയനും ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ പോകുന്നത് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കൊടുത്ത പരാതിയെ അടിസ്ഥാനപ്പെടുത്തി സീരിയസ് മോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ PC ജോർജിന്റെ മകനായ ഷോൺ ജോർജിന്റെ പരാതിക്ക് ഒരു പണി ഷോൺ ജോർജിന്റെ അപ്പനായ PC ജോർജിനിട്ട് കൊടുത്തേക്കാം എന്ന് പിണറായി വിജയൻ ധരിക്കുന്നുണ്ട് എന്നാണ് PC ജോർജ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ കളികളൊന്നും ഒരിക്കലും നടപ്പാകാൻ പോകുന്നില്ല. പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണ വിജയനും ജയിലിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇതിന്റെ മുന്നോടിയായുള്ള വെപ്രാളമാണ് ഈ പിണറായി വിജയൻ കാണിക്കുന്നത് എന്നാണ് PC ജോർജ് ഈ അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്. PC ജോർജ് മാധ്യമത്തിന് നൽകിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഹലോ. യെസ്. ശ്രീ PC ജോർജ്, താങ്കൾ മാഹിയിൽ അവിടുത്തെ സ്ത്രീ ജനങ്ങളെ മോശമായി പരാമർശിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് വനിതാ കമ്മീഷൻ എടുത്തിരിക്കുകയാണ്. വീണ്ടും പിണറായി സർക്കാർ താങ്കളെ വേട്ടയാടുകയാണോ? അല്ല, അത് സാരമില്ല. പിണറായി ഞാൻ ഇവരെ കുറിച്ച് എന്തെല്ലാം ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ലോ. ഈ രാജ്യത്ത് നിയമവും നീതി കണ്ട് എനിക്ക് ഇവരൊന്നും ഭയമില്ല.
ഞാൻ ഒരു വനിതയെ അപമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ കോഴിക്കോടാണ് പ്രസംഗിച്ചത്. ഞാൻ ഈ മാഹി അവിടെ പോയിട്ടേ എനിക്കറിയില്ല, അവിടുത്തെ എന്താന്ന് പോലും അറിയില്ല. ആ കേസെടുക്കാൻ അവർക്ക് കഴിയില്ല. ഞാൻ വയസ്സ് ഒക്കറൻസ് ഞാൻ പ്രസംഗിച്ചു കോഴിക്കോട്ടെ പോലീസ് പറയട്ടെ ഞാൻ എന്താ വൃത്തിയോടെ പറഞ്ഞെന്ന്. ഞാനങ്ങനെ മാഹിയിലെ ഒരു സ്ത്രീകളെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ചുമ്മാ അവിടെ മാഹിയിലെ കണ്ട ലോക്കൽ സെക്രട്ടറി പിണറായി വിജയൻ വിളിച്ചു കേൾക്കുന്ന ഏതോ ഒരു ഊളൻ CPM ലോക്കൽ സെക്രട്ടറി MLA കൂടെ ഏതോ അഭിപ്രായം പറഞ്ഞെന്ന്. ആ അഭിപ്രായം പറഞ്ഞ കേസെടുക്കാം നന്നായിരിക്കും. ആ വനിതാ കമ്മീഷൻ അതിന്റെ വസ്തുത മനസ്സിലാക്കാൻ അതിനെ കേസെടുത്ത് നോട്ടീസ് അയച്ചാൽ നിയമത്തിന് മുമ്പ് കൊണ്ടുവരിക മാത്രമല്ല, അവരെ കൊണ്ട് ഞാൻ നഷ്ടപരിഹാരം കൊടുപ്പിച്ച് ഞാൻ പെടത്തുള്ളൂ. ഞാനങ്ങനെ ഭയപ്പെടുന്നൊന്നുമല്ല ആരെയും. ഞാൻ പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ് വൃത്തി കാണിക്കുക. എന്റെ പ്രസംഗം എന്താണെന്ന് അവർ നോക്കാം. വനിതാ കമ്മീഷൻ ചുമ്മാ കുത്തിയത് കേസ് കിടത്താൽ മതി. വനിതാ കമ്മീഷൻ ചെയ്യേണ്ട എന്താ? ഈ ഒരു പരാതിയുണ്ട്, അത് ശരിയാണോ പരിശോധിക്കണ്ടേ? അത് ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗം അത് കേൾക്കണം. പ്രസംഗം കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായില്ല. ഇതിനു മുമ്പൊന്ന് വിളിച്ചതാ, അന്ന് പ്രസംഗം പറഞ്ഞു സൂക്കട് പറഞ്ഞതാ. ഇതും അതുപോലെ തമാശ കളിച്ചാ പിണറായി വിജയന്റെ ആടുതില്ലായിട്ട് തമാശ കളിച്ചാണ്ടല്ലോ, നിയമം എന്താന്ന് ഞാൻ അവരെ പഠിപ്പിച്ചു വിട്ടോളാം, പേടിക്കണ്ട. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ താങ്കളുടെ വേട്ടയാണ്. ഇതിനു മുമ്പും താങ്കളുടെ വീട്ടിൽ വന്ന് പോലീസ് എത്ര പ്രാവശ്യം നീ ഇവരുടെ ഊളൻ ഇതിനൊക്കെ മുഖ്യമന്ത്രി രാജ്യത്തിന് കഷ്ടകാലം അല്ല എന്താ? അയാൾ എത്രാമത്തെ പ്രാവശ്യം ഇത്? അവൻ ജയിലിലോട്ട് പോകാൻ പോകല്ലേ? നമ്മുടെ കേജ്രിവാൾ ഇപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ ഉടനെ ജയിലിലോട്ട് പോകേണ്ടി വരില്ലോ എന്നുള്ള പേടിയാക്കി. അതിനെന്താ എനിക്ക് എന്നെ PCR മുതൽ PCയുടെ മകനാണല്ലോ എനിക്ക് എതിരായിട്ട് കേസ് കൊടുത്തില്ല, ഹൈക്കോടതി കേസ് കൊടുത്തിപ്പോൾ ജയിലിലോട്ട് പോകാൻ പോകുന്നു. എന്നാൽ അവന്റെ അപ്പനിട്ടിരുന്നോട്ടെന്ന്. അവന്റെ അപ്പനിരുന്ന് അവൻ അപ്പനെ എങ്ങനെ മരിക്കുന്നതെന്നൊക്കെ അറിയും, ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പൊ ഈ വേട്ടയാടൽ താങ്കൾ നിയമപരമായിട്ട് നേരിടും? ഇപ്പൊ നേരിടും, ചിരിച്ചോണ്ട് സന്തോഷമായിട്ട് നേരിടും, എപ്പോ വേണേ. കേസൊരു പോലീസ് വീട്ടിൽ വന്നാലും താങ്കൾ തിരിച്ചോണ്ട് നേരിടുന്നാണ് പറയുന്നത്. ഈ വരാൻ പറയാം, അവനാണ് മറ്റേ എനിക്ക് 6 രൂപ ഒരു വിധമില്ല, വരാൻ പറ, ചായ കൊടുത്തേക്കാം പോഴേ. ഇപ്പൊ വനിതാ കമ്മീഷൻ ഉപയോഗിച്ചാണ് താങ്കൾ പിണറായി വിജയൻ വേട്ടയാടുന്നത്. ആ വനിതാ കമ്മീഷൻ അബദ്ധം കാണിച്ച ആ വനിതാ കമ്മീഷൻ നഷ്ടപരിഹാരം എനിക്ക്. കാരണം എന്താണെന്നറിയോ, അവർ ചുമ്മാ വല്ലതും പറഞ്ഞോണ്ട് കേസെടുക്കുക. എന്റെ സുഖമുണ്ട്, സമ്മതിക്കാൻ ഞാൻ. വനിതാ കമ്മീഷൻ ഞാൻ പേടിക്കാം. ആയിക്കോട്ടെ.